അങ്ങനെ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അടാറ് തിരക്കാട്ടാ, ഒരു രക്ഷയില്ലാത്ത തിരക്കാ. എന്തായാലും ട്രെയിനിലും ഭയങ്കര തിരക്ക് തന്നെയാണ്. AC കമ്പാർട്ട്മെന്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ലോക്കൽ കമ്പാർട്ട്മെന്റ് കയറിയ പോലെ ഇന്നലത്തെ അവസ്ഥ. ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ നടന്നു പോകും, കാണുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കും, അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്നും, ഇവിടുത്തെ ചടങ്ങുകൾ എന്താണെന്നുള്ളതൊന്നും അവയൊക്കെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊറുക്കുക. കാരണം എന്താ പറയുക, ഒന്നും അറിയാത്തത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിവരിച്ച് തരിക, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ആ വക പരിപാടികളൊന്നും എനിക്കറിയില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനത്തെ തിരക്കുകൾ കണ്ടല്ലോ, നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് എല്ലാ സൈഡിലും. ചുമരുമ്മലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി പെയിൻറ്റിങ്ങാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള വഴി ഇതാണ്. ഇതിപ്പോൾ എവിടേക്കാണ് പോകണമെന്നുള്ളത് എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഓരോ പോലീസുകാരോടും ചോദിക്കുകയാണ്, കുംഭമേള എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ വഴി ഇങ്ങനെ ചൂണ്ടി കാണിച്ചു തരും. അങ്ങനത്തെ ഒരു ഇത് വെച്ചാണ്ടാണ് ഇപ്പോൾ ഈ പോകുന്നത്. ഒരു മലയാളിയൊന്നും ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ കുംഭമേള നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ ചിലപ്പോൾ മലയാളികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ആളുകളൊക്കെ ഉറങ്ങുക കേട്ടോ, കുറേ ആളുകൾ ഉറങ്ങുന്നുണ്ട്, കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉറങ്ങണം എന്നുണ്ടായിരുന്നു. കാരണം 12:30 മണിയായിരുന്നു ട്രെയിനിൻ്റെ ടൈം കാണിച്ചിരുന്നത്. അത് ലേറ്റായി ഏകദേശം 4 മണിയായി. പിന്നെ അതിന് നിന്ന് കഴിഞ്ഞാൽ വെറുതെയാണ്. നമുക്ക് എപ്പോഴെങ്കിലും വല്ലാണ്ട് ക്ഷീണം തോന്നുമ്പോൾ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുവരെ ഇപ്പോൾ ഈ രാവിലത്തെ സമയമായതുകൊണ്ട് ഒന്ന് നടക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം ദൂരം പോകാൻ പറ്റുമോ അത്രയും പോവുക. എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ എന്തായാലും ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു അതിർത്തി ഇതോടുകൂടി കഴിയും. ഇനി അങ്ങോട്ട് മെയിൻ റോഡാണെന്ന് തോന്നുന്നത്. പോലീസുണ്ട്, വട്ടാളുണ്ട്, എല്ലാവിധ പരിപാടികളുണ്ട്. കുംഭമേള ഇത് റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ നിന്ന് ആളുകളില്ല കേട്ടോ, വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല റഷാവുമെന്ന് വിചാരിച്ചിരുന്നു. നടക്കാനും കൂടി ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം അത്രയും ജനങ്ങൾ വരുമെന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വഴി കണ്ടില്ലേ, അത്രയും ലാവിഷായിട്ട് എടുക്കുകയാണ്. ഞാനൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് പിടിക്കട്ടെ. എത്ര ദൂരം നടക്കാൻ പറ്റും അത്രയും ദൂരം നടക്കണം. 300 മീറ്റർ നടന്നപ്പോഴേക്കും കണ്ട ഒരു കാഴ്ചയാണ്, ഒരു ചെറിയ കാഴ്ച. കാരണം എന്താ, ഓട്ടോക്കാരൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാനുള്ള, കുംഭമേള സ്ഥലത്തേക്ക് പോകാനുള്ള എന്താണ് വണ്ടി ഒപ്പിക്കൽ. നമ്മളെ നാട്ടിലൊക്കെ പഴയ ജീപ്പ് ഒപ്പിച്ചിരുന്ന പോലത്തെ പരിപാടി ഇവിടെയുണ്ട്. വണ്ടിയൊക്കെ നല്ല രസമാണ് കാണാൻ. ഒരു ജീപ്പ് സിസ്റ്റം തന്നെ കണ്ടില്ല. നമ്മളെ ബാക്കിൽ പഴയ ചാലഞ്ചർ ഉണ്ടല്ലോ, നടുവിൽ ഒരു ചെറിയ ഗ്യാപ്പും. എന്താ ഐഡിയകൾ കേട്ടിച്ച് എന്താ. ഡ്രൈവറെ സീറ്റിൽ തന്നെ 4 ആൾ 5 ആൾ ഇരിക്കും ഉണ്ടല്ലേ. സെറ്റപ്പാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനും കൂടി പറ്റില്ല. ഈ സ്കൂട്ടി കാണില്ലേ, ഇതൊക്കെ ഓട്ടോ ഒപ്പിക്കണ പോലത്തെ പരിപാടിയാണ്. അപ്പോൾ 2 ആളെ കയറ്റിയാണ്ട് അതിനുള്ള പൈസ മേടിച്ചാണ്ട് പോവുക. കണ്ടില്ല, അതിനൊക്കെ ആ പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ, വലിഞ്ഞ് നടക്കുക, വേറെ ഒരു പരിപാടിയില്ല. 4 ഭാഗത്തേക്കും വഴിയാണ്. ഇവിടെ ആരോടെങ്കിലും ചോദിക്കണം. ഒക്കെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ലേശം തിരക്കനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഏതൊക്കെ ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നവർ ഐഡിയ. ബസ്സിന് ആൾക്കാർ വരുന്നുണ്ട്, സ്വന്തം വണ്ടിയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ ഞാൻ വന്ന ഭാഗത്തുനിന്ന് ആൾ കുറവാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല ആളാണ് വരുന്നത്, പിടുത്തമിട്ട ജന. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പ് കേട്ടോ. നമ്മൾ
ശബരിമല പോയ ഒരു ഫീലാണ്. കാരണം അവിടുന്ന് ആ രാവിലെ ഒരു 10 മണി കഴിഞ്ഞാൽ ഒരു തണുത്ത കാറ്റും പിന്നെ നല്ല തണുപ്പും ഉണ്ടാവും. ആ ഒരു ഫീലാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു തമാശ ഉണ്ടല്ലേ, ചുറ്റുപാടും ആൾക്കാരുണ്ട്, പക്ഷേ ഇവരൊന്നും മലയാളികളല്ല. മലയാളികളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു സംശയമുണ്ട്. എന്തൊരു രസമാണോ. നല്ല ട്രെയിനൊന്നും ഇതേമാതിരി തന്നെയാണ്. അവന്മാരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, എനിക്കതിന് മറുപടി അറിയണം. ഞാൻ ഇങ്ങനെ കിളിച്ച മൂന്നായിട്ട് അങ്ങനെ ഇരുന്ന് കൊടുത്ത് അവർക്ക് മനസ്സിലായി എന്നോട് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് ഒരു ടീ കട കണ്ടപ്പോൾ ഒന്ന് കയറിയതാ. ചായൻ്റെ ക്ലാസ്സിൽ വലുപ്പം നോക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്കൊന്നും ആവില്ല. മാത്രമല്ല രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സമയത്ത് ഇല്ലാതെ ശരിയാവില്ല. കാരണം നമ്മളെ സമയമായിട്ടില്ലല്ലോ, നീക്കുന്ന സമയമായിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉഷാറാകാതെ ഇവിടെ തന്നെ പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പോൾ വലിയ തിരക്കില്ല. അവിടെ ഒരു ശൗചാലയം കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ പരിപാടി കൊണ്ട് കഴിച്ചിട്ടാണ് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. പണ്ട് കിട്ടുന്ന സാധനമാണ് പാൻപരാക്ക്. പാക്കളല്ല തൂക്കിയിട്ടിങ്ങനെ ഇഷ്ടം പോലെ. ഇവിടെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇത് ആൻസാണോ എന്ന് സംശയമുണ്ട്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഈ കുംഭമേള പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം 8-9 കിലോമീറ്റർ ഉണ്ട് എന്നാണ്. ഈ 8-9 കിലോമീറ്റർ ഞാൻ ഈ ബാഗും താങ്ങി നടക്കണം. നല്ല വെയിറ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര വെയിറ്റിൽ ഈ ബാഗായിട്ട് നടന്നിക്കണേ. ഇത്രയും കനത്തിൽ വെയിറ്റ് നോക്കി നടക്കണത്. തോളൊക്കെ വേദനയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് വേദന തുടങ്ങിയിരിക്കണം. ഇനി എന്താ സ്ഥിതി എനിക്ക് തന്നെ അറിയില്ല. ഇഷ്ടം പോലെ ആളുകൾ കൂടി ഇഷ്ടം പോലെ ഒരു മാർഗമില്ല. ബാഗൊക്കെ വമ്പൻ ഞാനാ കണ്ടില്ല. അതിങ്ങനെ എല്ലാം കൂടി ഒരു സ്ഥലത്തേക്കാണ് പോണേ. അവിടെ എന്താവും അവസ്ഥ എന്ന് പറഞ്ഞാൽ പടച്ചോൻ കര. അതെ, ഒരു കട ഞാൻ കാണിച്ചു തരാൻ പോണ്. വലിയ സംഭവം ഒന്നുമില്ല, കണ്ടില്ലേ? ഒരു അടുപ്പ് ഇത്ര ഉള്ളു കട. ഒരു ചെറിയ പരിപാടി. എന്താ അതിൻ്റെ രസം? ആൾക്കാർ വട്ടം കൂടിയിരിക്കണേ. നമുക്കിനി കഷ്ടിച്ച് 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇനി എന്തായാലും പിടുത്തമിട്ട തിരക്കാവും. കാരണം ഇപ്പം തന്നെ ഏകദേശമല്ല, അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മളെ തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ട് കുടമാറ്റം നേരിട്ട് കാണാൻ വേണ്ടി ആ പരിപാടി നടക്കുന്നതിൻ്റെ സെൻറ്ററിൽ പോയി നാളെ ഞാൻ കണ്ടെന്തായി പരിപാടി തുടങ്ങിയപ്പോഴത്തിന് ആൾക്കാരുടെ തിരക്ക് കാരണം ശ്വാസം കിട്ടാതെ ഇറങ്ങി മണ്ടിയതാണ്. ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അത് കണ്ടറിയ തന്നെ വേണം. കാരണം അത്രയും ജനങ്ങളാണ്. ഈ ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നോട് കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു, ഒറ്റയ്ക്ക് എന്തിനാ വെറുതെ പോണേ, ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചിരുന്നു. എനിക്ക് അപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലത് ഒറ്റയ്ക്ക് പോകുക തന്നെയാണ്. കാരണം ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സേഫ്റ്റി നോക്കി രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളെ കൂട്ടത്തിലൊരാളുണ്ടാകുമ്പോൾ നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്യും. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ആളെ തപ്പി നടക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് സ്വന്തം സേഫ്റ്റി നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആളുകളെ അപ്പോൾ കാണിച്ചു തരാം എന്താ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ജനങ്ങൾ ഒഴുകി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴ പോലെ തന്നെ. ഈ തിരക്കിനിടയിൽ വമ്പൻ കച്ചവടങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. തേങ്ങ, അതുപോലെ പൂവ്, പിന്നെ വിളക്കുകൾ, ചെറിയ ചെറിയ വിളക്കുകൾ, ഒരുപാട് സാധനങ്ങളുണ്ട് ഇതില്ലേ. അതിൻ്റെ ഇടയിൽ വളമാല. ഒരു ചെറിയ പെൺകുട്ടിയാണ്. നമ്മളെ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ അല്ലെങ്കിൽ നമ്മളെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക ഒരു മാനക്കേടാണ് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞത്. വളരെ കുറച്ച് ആൾക്കാരെ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുള്ളൂ.
ഇതാ വളരെ വെറൈറ്റി ഫുഡാണ്. ഞാൻ എല്ലാ ഫുഡും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇതൊരു സെറ്റിൽ 30 റുപ്യയാണ് വില. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഇതേമായിട്ട് എന്താ പറയുക, സ്ട്രീറ്റ് ഫുഡിൻ്റെ ആളാണ്. വലിയ വലിയ ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ട് എനിക്കിഷ്ടം ഇതേമാതിരത്തെ ഓരോ സാധനങ്ങളാണ്. ചില ആളുകൾക്ക് തോന്നും വയറ്റിന് എന്തെങ്കിലും സംഭവം പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, ചിലപ്പം പ്രശ്നം ഉണ്ടാവില്ല. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ കൂടുതൽ കഴിക്കൂല. എത്രയാണോ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത്, ആ 2 പീസാണെങ്കിൽ 2 പീസ്, 3 പീസാണെങ്കിൽ 3 പീസ്, 1 പീസാണെങ്കിൽ 1 പീസ്, അതിന് ടേസ്റ്റ് അറിയാൻ വേണ്ടി നമ്മളങ്ങനെ കഴിക്കുന്നതാണ്. ഓരോ ഭക്ഷണത്തിൻ്റെ രുചി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വലിയ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല, അതൊരു രസമാണ്. സാധനം ഇട്ടുകളി എന്തായാലും ഞാൻ അത് കഴിക്കാൻ പോവാണ്. കണ്ടില്ലേ, ജനങ്ങളാണ്. പൊടിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവും, അതൊന്നും ഇവിടെ കാര്യമല്ല, അതിലൊന്നും വലിയ വിഷയമല്ല. നമ്മളിതുപോലത്തെ ഫുഡിൻ്റെ ആളായതുകൊണ്ട് നമ്മളിത് കഴിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടിനെ കണ്ട, അപ്പോൾ അത് ഇങ്ങനെ നോക്കിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് കൂടുതൽ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ചേട്ടാ. എന്താണ്, ചില വീഡിയോകൾക്കൊന്നും വോയിസ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പോൾ അതുപോലത്തെ കാഴ്ചകളെ കാണിച്ചു തരുന്നു. ഏയ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജനങ്ങളുടെ ഒരു പാട തന്നെയാണ്. കോടാനുകോടി ജനങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല, അത്രയും ജനങ്ങളുണ്ട്. എന്തായാലും എൻ്റെ യാത്ര ഒരു പൂർണ്ണതയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ വിചാരിച്ച ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നുള്ള കാര്യം തന്നെ പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ യാത്ര ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഗമിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മളെ നാട്ടിലെ ഒരു ചാനലുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതെന്തോ അത് എന്തിൻ്റെ പേരിലായാലും നമുക്കതൊരു വിഷയമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ ഒരു എന്തൊക്കെ പരിപാടി നടക്കണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്നുള്ള ഒറ്റ ഉറപ്പേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇത്രയും ജനങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി ജനങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. ഈ തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് പോലും ഇത്രയും ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര ആകെ ഇപ്പോൾ ഒരു 9 കിലോമീറ്റർ നടന്നിട്ടേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിന് വന്നതിനെക്കാട്ടി ഡബിൾ ആയിട്ട് ഇപ്പം തന്നെ ജനങ്ങളെ ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്നൊക്കെ. ഞാനിവിടെ എത്തിയിട്ടുള്ള 25-ാം തീയതിയാണ്. നാളെ ശിവരാത്രി, 26-ാം തീയതി ശിവരാത്രി. അപ്പോൾ 2 ദിവസം ഇവിടെ നിൽക്കാൻ കഴിയും. അപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ടോയ്ലറ്റുകൾ ഫുള്ള് സെറ്റാട്ടാ. ആ ലൈന് കംപ്ലീറ്റ് ഇതാ ഇങ്ങനെ പോണത്, ഇങ്ങനാണ്ട് പോണതൊക്കെ കംപ്ലീറ്റ് ടോയ്ലറ്റാണ്. കണ്ടോ, ഇതൊക്കെ ടെൻ്റ് അടിച്ച് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമുണ്ട്. द्रौपदी देवी भगवान शिवराम की रहने वाली द्रौपदी देवी, आप भूले मत कि में आ जाए। यहाँ आपके लक्ष्मण मंटू जी
वाला हो जाएगा अरे मीट पे मांगा बिहार बरडीहा भागलपुर की दीपमाला देवी। Bawa.